ഇന്ന് ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകാനുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ഒരുപാട് പേര് എന്നോട് നേരിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയുണ്ട് നഴ്സിംഗ് ലൈഫ് എന്നൊക്കെ. പലപ്പോഴും ഇത് കേൾക്കുന്ന ആദ്യത്തെ ഒരു സെക്കൻഡ് ഉത്തരം പറയാനില്ലാതെ ചിരിച്ചു കാണിച്ച് നിർവികാരം അണിയലാണ് എൻ്റെ പതിവ്. മിക്കവരും ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ കാരണം സ്കോപ്പ് ഉണ്ട് എന്നതാണ്. അതിനെപ്പറ്റി ഞാൻ കാര്യമായി പറയുന്നില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. ഇപ്പം പലരും അതേപ്പറ്റി പല അഭിപ്രായങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാത്ത കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പഠിക്കാൻ വരുന്ന കുട്ടികൾ എന്ത് കാരണം കൊണ്ടും ആട്ടെ കഷ്ടപ്പെടാൻ മനസ്സില്ലാത്തവരാണ് വരല്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും ടാർജറ്റ് തന്നെ നമ്മളാണ്. ഡോക്ടർ, ഹെഡ് നഴ്സ്, സ്റ്റാഫ് നഴ്സ്, അറ്റൻഡേഴ്സ്, പേഷ്യൻസ്, എന്തിന് അവിടുത്തെ സ്വീപ്പേഴ്സിൻ്റെ വരെ ഉന്നം നമ്മളില്ല. കുറേ പണിയെടുക്കാനും കുറേ കഷ്ടപ്പെടാനും കുറേ പേരുടെ വായിലിരിക്കുന്ന കേൾക്കാനുമുള്ള മനക്കരുത്തില്ലാത്തവരാരും വരല്. വന്നാൽ ആദ്യത്തെ കുറേ നാൾ കരഞ്ഞു കൂവിയിരിക്കാം. അത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ശീലമായിക്കൊള്ളും. ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ ഇനി സ്കോപ്പ് ഇല്ലെന്നെങ്ങാനും ആണ് തീർന്ന്. അങ്ങനെ ചിന്തിക്കണ്ടേ അല്ലേ? നമുക്ക് നോക്കാം. ഈ കിടന്ന ഡയലോഗ് അടിക്കുന്ന എനിക്ക് ഏതാണ്ട് മനക്കരുത്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ? സീറോ മനക്കരുത്താണ് എനിക്ക്. ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ കുറേ നാൾ കരഞ്ഞു കൂവിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നമില്ലാണ്ടായി. എന്തേ? ശീലമായിപ്പോയി. എന്നാലും ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ മനസ്സ് തളരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷൻ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടു വന്ന് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇല്ലെന്നൊന്നും അല്ല. ദേ അപ്പോഴേക്ക് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അപ്പം ശരി, ഞാൻ പോയിട്ട് വരാം. ടാറ്റാ.